കേരളക്കര ഞെട്ടലോടെ കേട്ട ഒരു വാർത്തയായിരുന്നു 3.5 വയസ്സുകാരിയായ കല്യാണിയുടെ ദാരുണമായ മരണവാർത്ത. സ്വന്തം അമ്മയുടെ ക്രൂരകരങ്ങളാൽ മരണമേറ്റുവാങ്ങേണ്ടി വന്ന ഒരു പിഞ്ചു കുഞ്ഞ്. അങ്കണവാടിയിൽ നിന്നും കൂട്ടിക്കൊണ്ടുപോയാണ് അമ്മ സന്ധ്യ കല്യാണിയെ പുഴയിലേക്ക് തള്ളിയിട്ടത്. മരണപ്പെടുന്നതിന്റെ തൊട്ടു മുൻപ് പോലും സന്തോഷത്തോടെ നിഷ്കളങ്കമായ ചെറുപുഞ്ചിരിയോടെ അവൾ അമ്മയുടെ ഒക്കത്തിരിക്കുകയായിരുന്നു. സ്വന്തം കുഞ്ഞിനെ മരണത്തിലേക്ക് തള്ളിയിട്ടിട്ട് പോലും അമ്മ എന്ന് പറയുന്ന ആ സ്ത്രീക്ക് ഒരു തരത്തിലുള്ള ഭാവവ്യത്യാസവും ഉണ്ടായിരുന്നില്ല എന്നാണ് പോലീസ് വ്യക്തമാക്കിയത്. പോലീസിന്റെ വിശദമായ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചിരുന്നുവെങ്കിലും ഇതിലേക്ക് നയിച്ച കാരണം ഇതുവരെയും അവ്യക്തമായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം നടത്തിയ ചോദ്യം ചെയ്യലിലാണ് പ്രതി കൊലപാതകവുമായി ബന്ധപ്പെട്ട ചില വെളിപ്പെടുത്തലുകൾ നടത്തിയത്. മകളെ കൊലപ്പെടുത്തണമെന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് സന്ധ്യ അങ്കനവാടിയിലേക്ക് പോകുന്നതെന്നും ആദ്യം പെരിയാറിൽ തള്ളാനാണ് ലക്ഷ്യമിട്ടതെന്നും പോലീസ് പറയുന്നു. എന്നാൽ ഇവിടെ ഓട്ടോ ഡ്രൈവർമാരെ കണ്ടപ്പോൾ പിൻവാങ്ങുകയായിരുന്നു. സാധാരണയായി കുഞ്ഞ് ഭർത്താവിന്റെ വീട്ടിലേക്കാണ് പോകാറ്. എന്നാൽ അന്ന് കുഞ്ഞിനെ കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് സന്ധ്യ അവിടേക്ക് എത്തുന്നത്. ഇതിനിടെ പോലീസ് കഴിഞ്ഞ ദിവസം നടത്തിയ ചോദ്യം ചെയ്യലിലാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് ഭർതൃകുടുംബം വിഷമിക്കുന്നത് കാണാനുള്ള ആഗ്രഹം കൊണ്ടാണെന്ന് സന്ധ്യ വെളിപ്പെടുത്തിയത്. മകൾ കല്യാണിയെ ഭർതൃകുടുംബത്തിലെ എല്ലാവരും സ്നേഹിക്കുന്നത് സന്ധ്യയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു. സുഭാഷിന്റെ അമ്മ കുട്ടിയെ കൂടുതൽ ലാളിക്കുന്നതും സന്ധ്യ വിലക്കിയിരുന്നുവെന്നും പോലീസ് പറയുന്നു. ഇതിനിടെ സുഭാഷ് അറിയാതെ സന്ധ്യ സ്വന്തം വീട്ടിൽ നിന്നും 1 ലക്ഷം രൂപ വാങ്ങിയിരുന്നുവെന്നും പറയുന്നുണ്ട്. ഇതറിഞ്ഞ സുഭാഷ് തനിക്ക് വേണ്ടിയല്ല ഈ പണം വാങ്ങിയതെന്നും വീട്ടിൽ വിളിച്ച് പറയുകയും ചെയ്തു. എന്നാൽ ഈ പണം എന്തിനു വേണ്ടി ചിലവഴിച്ചു എന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇതും സന്ധ്യയുടെ വൈരാഗ്യം കൂട്ടിയെന്നാണ് വിലയിരുത്തൽ. കേസിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനുള്ള നീക്കത്തിലാണ് പോലീസ് ഇപ്പോൾ. ഇതിനായി സന്ധ്യയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട ഉടൻ പോലീസ് കോടതിയെ സമീപിക്കും. കൂടാതെ പ്രതിയുടെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ചോദ്യം ചെയ്യലും ഇന്ന് ആരംഭിക്കുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. അതേസമയം ഇന്നലെ വൈകിട്ട് 3:30 മറ്റക്കുഴി കുഴിപ്പിള്ളിലെ അച്ഛന്റെ വീട്ടിലേക്ക് കല്യാണിയുടെ മൃതദേഹം എത്തിച്ചപ്പോൾ ഒരു നോക്ക് കാണാനായി അവസാനമായി തടിച്ചുകൂടിയത് നിരവധി പേരാണ്. കുഞ്ഞിന്റെ ചേതനയറ്റ ശരീരം കണ്ട് പലരും വിങ്ങിപ്പൊട്ടുന്ന കാഴ്ചയും അവിടെ കാണാനായി.